ഒന്നും പറയണ്ട, കുറേ കഥകളുണ്ട്, എല്ലാം പറഞ്ഞു. എൻ്റെ ബുള്ളറ്റിൻ്റെ പെട്രോൾ തീർന്നു. റോയൽ ബ്രദേഴ്സിനെ പറ്റി പറയുമ്പോൾ രണ്ടു വാക്ക് എന്തായാലും പറയണം, പറയാതിരിക്കാൻ പറ്റത്തില്ല. പാൻ കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചു. പാൻ കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. പാൻ കാർഡ് മേടിച്ച് വെച്ചേക്ക് 8000 രൂപയും മേടിച്ച് വെച്ചേക്കുന്നു പറഞ്ഞു. അയാൾ നേരത്തെ ഓൾറെഡി 8000 ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു. ഓക്കെ, സ്റ്റാഫിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. 8000 രൂപ ഓൾറെഡി സ്റ്റാഫിൻ്റെ അടുത്ത് മേടിച്ച് വെച്ചോളം പറഞ്ഞു. അപ്പം ഈവൻ നമ്മുടെ രാജ്യത്ത് ഡിജി ലോക്കറിൽ വരെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സൂക്ഷിക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു റോഡ് ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മളിന്ന് സാധാരണ പോകുന്ന പോലെയല്ല, ബൈക്കിലല്ല നമ്മളിന്ന് പോകാൻ പോകുന്നത്, കാറിലല്ല, നമ്മളിന്ന് പോകാൻ പോകുന്നത് ബൈക്കിലാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് ബൈക്ക് റെന്റിന് എടുത്തിട്ട്, റോയൽ ബ്രദേഴ്സിൽ നിന്ന് ബൈക്ക് റെന്റിന് എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. ഇത് പപ്പേന്റെ ചേട്ടന്റെ മോൻ ബ്ലസ്സിൻ. ഇവനൊരു വലിയൊരു ഫേമസ് യൂട്യൂബറാണ്. അതെ, അപ്പോൾ ഇത് അമ്മ ഇരിക്കുന്നു. ഇവന്റെ ഒരു ചേട്ടനുണ്ട് ജോവിൻ എന്ന് പറഞ്ഞ്, പുള്ളിക്കാരൻ അതാ ബൈക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. ഇവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബൈക്ക് ഉള്ളതുകൊണ്ട് ആ ബൈക്കിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഞങ്ങളിങ്ങനെ പയ്യെ മൂവ് ചെയ്യാണ്. ഞങ്ങളതാ പയ്യെ വണ്ടി എടുത്ത് ഞങ്ങളതാ മുമ്പോട്ട് നീങ്ങി. ബാക്കിലതാ ഇവന്റെ ചേട്ടൻ ജോവിനുണ്ട്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ നല്ല തണുപ്പുണ്ട് ഇവിടെ, 19 ഡിഗ്രിയാണ് ഇവിടെ സെൽഷ്യസ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ട് പോകണം. നമുക്കിനി പെട്രോൾ അടിക്കണം. കാർ എന്നിട്ട് ഇവിടെ നമ്മുടെ കൽപ്പറ്റ റോയൽ ബ്രദേഴ്സിൻ്റെ ഓഫീസിൻ്റെ അവിടെ കാർ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ബുള്ളറ്റ് റെൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞത് മേപ്പാടി മസനഗുഡി വഴി കറങ്ങി ബത്തേരി ചെന്ന് കയറി തിരിച്ചിങ്ങോട്ട് പോരും. അതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഓക്കെ ഗായ്സ്, ബാക്കിയുള്ള കാഴ്ച കാണാം. നോക്കുക ഗായ്സ്, നമ്മുടെ വയലിൽ ഫുൾ മഞ്ഞും, അതെ വളവും വയലിൽ ഫുൾ മഞ്ഞും. ഇപ്പം രാവിലെ സമയം 6:39. ബാക്കിൽ അത് അവൻ്റെ ചേട്ടൻ ജോവിൻ അത് പുറകിൽ തന്നെ ഉണ്ട്. യെസ്, വയലും മഞ്ഞും കൂടിയുള്ള കോമ്പിനേഷൻ. ജോവിൻ അതേ ബാക്കിൽ വരുന്നുണ്ട്. നോക്കുക, നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇവിടുന്ന് പണിക്ക് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആട്ടോ ഇവിടെ വന്നിട്ട് കോൺട്രാക്ടർമാരെല്ലാവരും പണിക്ക് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഓർത്ത് വെക്കുക. ഇനി ആർക്കെങ്കിലും പണിക്ക് ആവശ്യമുണ്ടെങ്കിൽ, അന്യസംസ്ഥാന തൊഴിലാളികൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക, കൂട്ടിക്കൊണ്ട് പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം പയ്യെ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു 10 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമ്മുടെ ബൈക്കിൻ്റെ ലൊക്കേഷൻ എത്തും. ഓക്കെ ഗൈസ്, ഞങ്ങളത് അങ്ങനെ റോയൽ ഡ്രൈവിലെത്തി. ഇപ്പോൾ ഞങ്ങളത് ഈ ബുള്ളറ്റ് ഞങ്ങൾ ഇവിടുന്ന് റെൻറ്റിനെടുത്തു. ഈ പുള്ളിയാണ് ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്, റെൻറ്റിനെടുക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു തന്നത്. ഞങ്ങളത് കൽപ്പറ്റ ഗൈസ് നോക്ക്, ഞങ്ങളത് കൽപ്പറ്റ റോയൽ ഡ്രൈവിൻ്റെ ഫ്രണ്ടിലത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് ഞങ്ങളിനി ഓരോ വഴിക്കും കറങ്ങാൻ പോവുകയാണ്. ഒന്നും പറയണ്ട, കുറേ കഥകളുണ്ട്, എല്ലാം പറഞ്ഞു. ഗൈസ്, ഞങ്ങളത് അങ്ങനെ വണ്ടി എടുത്ത് പെട്രോൾ പമ്പിലെത്തി. ഇതാ ജോവിൻ അത് അവിടെ അവൻ്റെ ബൈക്കിൽ, അത് സ്പ്ലെൻഡർ, അത് സൂപ്പർ സ്പ്ലെൻഡറാണ് കേട്ടോ വണ്ടി. അതുകൊണ്ട് ഞങ്ങളത് കറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പയ്യെ, ഇതിപ്പം കൽപ്പറ്റയാണ് നിൽക്കുന്നത്, ഇവിടുന്ന് പയ്യെ മേപ്പാടി വഴി ഞങ്ങൾ പയ്യെ മസനഗുഡിയിലേക്ക് കയറും. ഞങ്ങളങ്ങനെ മേപ്പാടി എത്തി. ഞങ്ങളത് എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. ഞങ്ങളത് ചായയും എല്ലാം പറഞ്ഞു. ഇതാണ് ജോവിൻ, രാവിലെ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് ജോവിൻ, ഇത് പപ്പേൻ്റെ ചേട്ടൻ്റെ മോൻ, 2ാമത്തെ മോൻ. ഇത് പപ്പേൻ്റെ ചേട്ടൻ്റെ 3ാമത്തെ മോൻ. യെസ്, അമ്മ ഇതായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ കയറി ചായ കുടിക്കുവാണ്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങും. ചേട്ടൻ പൊറോട്ടയും ഒക്കെ കൊണ്ടുവന്ന് തന്നു. പൊറോട്ടയും മീൻകറിയും എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. അവൻ്റെ ചായ കൊടുത്ത് നോക്കി ഗായ്സ്. ഞങ്ങളത് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലത് നിർത്തി. ഇതാ മേപ്പാടി കഴിഞ്ഞ് മുപ്പതിനാട് എന്ന് പറഞ്ഞൊരു സ്ഥലവും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു. ഇനി ഏകദേശം ഗൂഡല്ലൂർക്ക് 44 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മസനഗുഡിക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ പയ്യെ ഗൂഡല്ലൂർ എന്നിട്ട് തീരുമാനിക്കും മസനഗുഡിക്ക് പോകാൻ വേണ്ടിയാണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ചോലാടി എന്ന് പറഞ്ഞ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ഗൂഡല്ലൂർക്ക് 38 കിലോമീറ്റർ, ഊട്ടിക്ക് 88 കിലോമീറ്റർ, മൈസൂർക്ക് 148, പന്തല്ലൂർക്ക് 17 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതാ മുമ്പിലതാ മറ്റവന്മാർ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകാൻ. ഇവിടെ ചെക്ക് പോസ്റ്റിൽ കാറിൻ്റെ ഒക്കെ പൈസ മേടിക്കുന്നുണ്ട്, കേരള വണ്ടിയൊക്കെ പൈസ മേടിക്കുന്നുണ്ട്. നമ്മുടെ മേടിക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മളങ്ങനെ ബോർഡർ കടന്നത് മുമ്പോട്ട് വരുമ്പോൾ തേയില നുള്ളുന്നത് നമുക്ക് കാണാം. അപ്പം ഇത് ഹാരിസൺസ് എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ തേയില നുള്ളുന്ന കുറേ തൊഴിലാളികളെ നമുക്ക് കാണാം. ഇങ്ങനെ ഇനി അങ്ങോട്ടും ഇഷ്ടം പോലെ ഈ മലഞ്ചെരുവിക്കൂടെ ഇങ്ങനെ ഫുള്ളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കോടെയൊക്കെ ഈ കാണുന്ന റോട്ടിൽ കൂടെ ഒക്കെയാണ് നമ്മളിനി പോകുന്നത്. ബൈക്കിലായതുകൊണ്ട് ഞങ്ങളിനി അധികം വീഡിയോ എടുക്കുന്നില്ല. ബാക്കി നമുക്ക് ചെന്നിട്ട് കാണാം. ഞങ്ങളിത് മുമ്പോട്ട് വന്നത് ഇവിടെ നിർത്തി. ഇതേ നമ്മുടെ ബൈക്കുണ്ട്, ജോവിൻ ബ്ലസ്സിന് എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്ത്
നമ്മളിങ്ങനെ പയ്യെ മുമ്പോട്ട് പോകും. ഗായ്സ് ഞങ്ങളങ്ങനെ ഇങ്ങനെ ഗൂഡല്ലൂർ ടൗണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മസനഗുഡിക്ക് പോകാമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളത് മുമ്പോട്ട് പോന്നു. ഇത് മുതുമല ടൈഗർ റിസർവ് വെൽക്കംസ് യു. ഇനി അങ്ങോട്ട് ഫുൾ കാടാണ്. കാടിൻ്റെ മുമ്പ് ഞങ്ങളത് നിർത്തി ഇറങ്ങി നിന്ന് ബൈക്കൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി മസനഗുഡി ചെന്നിട്ട് കാണാം. ഗായ്സ് ഞങ്ങളതങ്ങനെ വയ്യ വന്ന് ഇവിടെ ഒരു ഉടുപ്പി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങളവിടെ കയറി നല്ല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോവിന് അവിടെ പൈസ കൊടുക്കുന്ന പരിപാടിയൊക്കെ. ഇനി ഈ കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ചെക്ക് പോസ്റ്റ് എത്തുന്നതിൻ്റെ മുമ്പെയാണ് നമുക്ക് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് കയറും. ഇനി 35 കിലോമീറ്റർ അപ്പുറത്ത് ഈ കാടാണ്. അതിൻ്റെ നടുഭാഗത്താണ്, ഏകദേശം കാടിൻ്റെ നടുഭാഗത്ത് ഒരു 10-21 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും മസനഗുഡി എത്തും. ചുമ്മാ ഒരു റൈഡ് പോകാൻ പറ്റിയൊരു സ്ഥലം. മുതുമല ടൈഗർ റിസർവിൽ കൂടെ ഞാനും അമ്മയും ജോവനും ബ്ലസ്സിനും കൂടി അതാ ബൈക്കിൽ പോകണം. അവരതേ മുമ്പേ പോയിട്ടുണ്ട്. ഇനി ഞങ്ങളിങ്ങനെ പയ്യെ പോവും. കടുവേരയും ഒക്കെ കാണാൻ പറ്റിയാൽ നല്ലത്. എന്തായാലും ചുമ്മാ റൈഡ് അടിച്ചിട്ട് വരാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. എന്തായാലും ചുമ്മാ റൈഡ് പോയിട്ട് വരാം. ഗായ്സ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അവസാനം ഞങ്ങളിവിടെ വന്നൊരു ലൈം സോഡ കുടിക്കാൻ വേണ്ടി എല്ലാവരും കയറി. ഓ ഗായ്സ് നോക്കൂ, ഞങ്ങളുടെ വണ്ടീൻ്റെ ബുള്ളറ്റിൻ്റെ പെട്രോൾ തീർന്നു. അങ്ങനെ ഞാനും ഇവനും കൂടി പെട്രോൾ മേടിക്കാൻ വേണ്ടി പോയി. വണ്ടി ഓഫായി പോയി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, റിസർവിൻ്റെ ലൈറ്റ് കത്തിയിട്ടില്ലായിരുന്നു. അപ്പം രാവിലെ അടിച്ചതാണ്, അത് തീർന്നു. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടി. അപ്പം ഞങ്ങളിവിടെ എന്നിട്ട് ദേവർഷോള എന്ന് പറഞ്ഞ ടൗണ് കഴിഞ്ഞായിരുന്നു. പിന്നെ ബദർക്കാടാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അത് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തുനിന്ന്. പിന്നെ ടൗണിൽ വന്നിട്ട് ബ്ലാക്ക് സാധനം മേടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ തിരിച്ചു പോകണം. അമ്മയും ജോവിനും അവിടെ നിൽപ്പുണ്ട്, ബൈക്കിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തോ കറക്റ്റ് സമയത്താണ് പെട്രോൾ തീർന്നത്. ഞങ്ങൾ പെട്രോൾ കിട്ടുന്ന ഒരു ടൗണിൻ്റെ എന്തോ കറക്റ്റ് സമയത്ത് പെട്രോൾ തീർന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി അങ്ങനെ എന്നിട്ട് ഈ സ്പ്ലെൻഡർ എടുത്തുകൊണ്ട് ഞാനും ഇവരും കൂടി ഇറങ്ങി. ഇനി പെട്രോൾ മേടിച്ചു. ഇനി പോയി അടിക്കുക, പോവാം. അങ്ങനെ ഞങ്ങളത് പെട്രോൾ എടുത്തുകൊണ്ട് വന്നു. ഇനി പെട്രോൾ ഒഴിക്കണം. അപ്പടി യാത്രയായിരുന്നു. അത് ഫുള്ള് വേണോ? പിന്നെ 1 ലിറ്ററേ ഉള്ളൂ. ഇത് 10 രൂപ. ഇനി പയ്യെ വണ്ടി എടുത്ത് പോവാം. നമുക്ക് അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണം കേട്ടോ. ഇത് 1 ലിറ്റർ കൊണ്ട് എത്തത്തില്ല. അങ്ങനെ ഞങ്ങളത് ബത്തേരി ടൗണിലത് എത്തി. ഇവിടെ ഞങ്ങളത് നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. നമ്മൾ പയ്യെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഒരു ചായയും ഇവിടുത്തെ കട്ട്ലറ്റും കഴിക്കണം എന്ന് അമ്മയ്ക്ക് ഭയങ്കര പൂതി. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. ഏകദേശം യാത്രേൻ്റെ അവസാനത്തിലേക്ക് എത്തി. ഐസ് നോക്കും, ഞങ്ങളതാ പയ്യെ കോഫി ഹൗസിൻ്റെ ഉള്ളിൽ കയറി. ചോറും അമ്മയ്ക്ക് കട്ട്ലറ്റ്, ജോവിന് കട്ട്ലറ്റ്, ബ്ലസ്സിന് ചോറ്. ഞങ്ങളങ്ങനെ ചോറെല്ലാം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. വിശന്ന് മടുത്തു പോയി. ഞങ്ങളതാ അയ്യോ ദൈവമേ അത് പോയി. ഗായ്സ് നോക്കും, ഞങ്ങളതാ ബത്തേരി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ഇവന്മാർ വീട്ടിലേക്ക്, അമ്മ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേറെ 1-2 പരിപാടികളുണ്ട്. അപ്പോൾ ഇത് വരെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഉള്ളൂ അല്ലേ? അപ്പോൾ ഗായ്സ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റൈഡ് പോയി, എല്ലാം കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. ബസ്സിൽ എങ്ങനെയുണ്ട്? സൂപ്പർ ട്രിപ്പ്. സൂപ്പർ ട്രിപ്പ്. ബ്ലസ്സിനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലേ? യെസ് അതെ. ഇരുന്ന് മടുത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അതെ, നമ്മുടെ റോയൽ ബ്രദേഴ്സിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഒന്നിനും കൊള്ളില്ല അല്ലേ അവരുടെ സർവീസ്. രാവിലെ 7 മണിക്ക് വിളിച്ചതാണ് അവരുടെ കസ്റ്റമർ കെയറിനെ. ഇപ്പോൾ വൈകുന്നേരം സമയത്ത് 3:45 തിരിച്ചു വിളിച്ചിട്ട് അവർ ചോദിക്കുക എന്താ സാർ നേരത്തെ ഒരു കോൾ വന്നായിരുന്നല്ലോ, എന്താ പറ്റിയത്? അടിപൊളി. അപ്പോൾ ഗൈസ് ഇതോടെ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ് വിത്ത് ജോവിൻ ആൻഡ് ബ്ലസ്സിൻ. ബൈ. ഹായ് ഗൈസ്, നേരത്തെ ഒരു സൈൻ ഓഫ് പറഞ്ഞെങ്കിലും അതൊരു സൈൻ ഓഫ് ആയിട്ടില്ല. ഞാനിവിടെ വന്ന് ബൈക്ക് കൊടുത്തു.
ആ ലൈസൻസ് ഇവിടെ സബ്മിറ്റ് ചെയ്ത ലൈസൻസ് ഒക്കെ മേടിച്ചു. എക്സ്ട്രാ ഒരു 21 കിലോമീറ്റേഴ്സ് ഓടിയായിരുന്നു. അതിന് കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു, അത് കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ പപ്പ അമ്മേനെ അവിടെ പോയി കൂട്ടും, പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കൂട്ടും. ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോകും. എനിക്ക് പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം മരുന്നൊക്കെ മേടിക്കണം. അപ്പം പിന്നെ ജോവിനും പ്ലസിനും ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോയി. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ സൈൻ ഓഫ് ചെയ്തായിരുന്നു. റോയൽ ബ്രദേഴ്സിനെ പറ്റി പറയുമ്പോൾ 2 വാക്ക് എന്തായാലും പറയണം, പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ നല്ലൊരു സർവീസാണ് അവരെനിക്ക് തന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പോലീസിന് പോലും ഒറിജിനൽ ലൈസൻസ് വേണ്ടാത്ത ഈ കാലത്ത് റോയൽ ബ്രദേഴ്സുകാർക്ക് ഒറിജിനൽ ലൈസൻസ് വേണം. അതാണ് സംഭവം. അപ്പം ഞാനിവിടെ കൊണ്ടുപോയി വെച്ചത് ഒറിജിനലിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ ലാമിനേറ്റ് ചെയ്തത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ഒറിജിനൽ വേണമെന്ന് പറഞ്ഞു. എൻ്റെ വീടാണ് ഇവിടുന്ന് ഒരു 10-35 കിലോമീറ്റർ അപ്പുറമാണ്. ചുമ്മാ പോയിട്ട് എടുത്തിട്ട് വരാൻ പറ്റത്തില്ല. ഇത് കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോയൽ ബ്രദേഴ്സ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഞാൻ തരാം. ID കാർഡ് എന്ന് പറഞ്ഞ സാധനം ഗവൺമെൻറ് കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, പാൻ കാർഡും ആധാർ കാർഡൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വേറെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും തരാം, ആധാർ എടുത്തോ, അതിന് ഒറിജിനലാണ് എടുത്തു വെച്ചോ. അപ്പോൾ ഇത് പറഞ്ഞു പറ്റില്ല. അപ്പം പിന്നെ വിളിച്ച് ഇതിൻ്റെ ഓണറോട്, അവിടെ നിൽക്കുന്ന പയ്യൻ ജോലിക്കാരനായിരുന്നു, അതിൻ്റെ ഈ കടേൻ്റെ ഓണറോട് വിളിച്ചു ചോദിച്ചു പറഞ്ഞു പാൻ കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചു. പാൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. പാൻ കാർഡ് മേടിച്ച് വെച്ചേക്ക് 8000 രൂപയും മേടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞു, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്. ശരി, 8000 രൂപ എന്തിനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നത് എന്തിനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഓക്കെ ഇവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവരെടുത്ത് വെക്കുന്നതാണെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു ഞാൻ എവിടെ നിന്ന് 8000 എടുത്ത് തരേണ്ടതെന്ന് ചോദിച്ചാൽ, ചുമ്മാ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് 8000 കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എവിടെ നിന്ന് ഞാൻ ഈ 8000 എടുത്ത് തരണ്ടേ സാർ? അത് പറ്റത്തില്ല, നമുക്ക് വണ്ടി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തീർത്ത് പറഞ്ഞവർ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഓൾറെഡി പൈസ തന്ന് ബുക്ക് ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈസൻസ് ഒക്കെ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. കോപ്പി ആണെങ്കിലും അത് കോപ്പി തന്നെയല്ലേ, ഒറിജിനലിൻ്റെ എക്സാക്ട് കോപ്പി തന്നെയല്ലേ, അല്ലാണ്ട് നമ്മൾ അതിനകത്ത് വേറെ എന്താ പറയുക, വേറെ ഓൾട്ടർനേഷൻ ഒന്നും വരുത്തുന്നില്ലല്ലോ. എന്നിട്ട് അവസാനം ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, ആധാർ കൊടുത്തു, പാൻ കൊടുത്തു, അതൊന്നും അവർക്ക് വേണ്ട. അവർ പറയുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. അവർ പറയുന്നത് എന്നോട് റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കാം, അല്ല അവരുടെ ആ കസ്റ്റമർ കെയറെ വിളിച്ച് സംസാരിക്കാം. അങ്ങനെ ഞാൻ എന്നിട്ട് കസ്റ്റമർ കെയറെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പം കോമഡി എന്താണെന്ന് വെച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല. അതിങ്ങനെ ഒന്ന് മർത്തു, 2 മർത്തു, 3 മർത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് കിട്ടുന്നില്ല, കോള് കണക്റ്റ് ആവുന്നില്ല. അപ്പം എനിക്കാണെങ്കിൽ ഞങ്ങൾ പോകാൻ വെച്ച് പ്ലാൻ ചെയ്ത് വെച്ചതെല്ലാം ഫ്ലോപ്പായി. അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല, എനിക്ക് നിങ്ങളുടെ ഓണറിൻ്റെ നമ്പർ ഉണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടേൻ്റെ ഓണറിനെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ നേരത്തെ ഓൾറെഡി 8000 ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു. ഓക്കെ, സ്റ്റാഫിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. 8000 രൂപ ഓൾറെഡി സ്റ്റാഫിൻ്റെ അടുത്ത് മേടിച്ച് വെച്ചോളം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊണ്ടാണ്, എത്രയോ സംസ്ഥാനത്ത് നിന്ന് ആൾക്കാർ വരുന്ന, ഈവൻ നമ്മുടെ രാജ്യത്ത് ഡിജി ലോക്കറിൽ വരെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സൂക്ഷിക്കാം എന്നുള്ളൊരു ഇത് നമുക്ക് ഇവിടെ രാജ്യത്ത് അംഗീകൃതമാണ്. ഈവൻ പോലീസുകാർക്ക് പോലും MVDക്ക് പോലും നമ്മുടെ ലൈസൻസ് വേണ്ട, അവർക്ക് ജസ്റ്റ് അവരുടെ മിഷനിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഞാനിതെല്ലാം പറഞ്ഞു നോക്കി. അവസാനം ഞാൻ ഇതിൻ്റെ ഓണറോട് സംസാരിച്ചു, ചേട്ടാ ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇനി പോയിട്ട് വരിക എന്ന് പറയുന്നത് എനിക്ക് ടാസ്ക്കാണ്, അതുകൊണ്ട് ചേട്ടാ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറ, ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ പറ. എല്ലാത്തിനും ഒരു പ്രോബ്ലം വന്നാൽ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, സൊല്യൂഷൻ A അല്ലെങ്കിൽ സൊല്യൂഷൻ B ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറ. ചേട്ടാ പറഞ്ഞു വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല, വണ്ടി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിപ്പോൾ ഇങ്ങനെ പറയല്ലേ, ഞാൻ എന്തായാലും ഓൾറെഡി പൈസയൊക്കെ തന്ന് ബുക്ക് ചെയ്തല്ലേ, എല്ലാം ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോൾ എന്നോട് പറഞ്ഞു ഏത് ബൈക്കാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്? ഞാൻ പറഞ്ഞു ക്ലാസിക് 500 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ക്ലാസിക് 500 ഞങ്ങളിവിടെ നിശ്ചയിച്ചേക്കുന്ന വില എന്ന് പറയുന്നത് എന്താ പറയുക 15,000 രൂപയാണ്. നിങ്ങൾ 15,000 രൂപ കെട്ടി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് 8000 മാറി 15,000 ആയി. ഞാൻ എന്ത് ചെയ്യണം അത് പറ. അവസാനം ഞാൻ എന്നിട്ട് ഒരു പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ ലൈസൻസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അങ്ങനെയിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയ ആ ലൈസൻസ് തിരിച്ചു കൊടുക്കാൻ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. റോയൽ ബ്രദേഴ്സ് എല്ലാവരും റോയൽ ബ്രദേഴ്സ് വണ്ടി എടുക്കാൻ പോകുന്നവരൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനത് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്, പറഞ്ഞു തീർത്തില്ല.
അപ്പം ഈവൻ റോയൽ ബ്രദേഴ്സുകാരൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് ശരിയാണ്, അവരുടെ വണ്ടിയാണ്, അവർക്ക് ചെറിയൊരു എമൗണ്ട് ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ് വെച്ചിട്ടാണ് അവർ മേടിക്കുന്നത്, നമ്മൾ വണ്ടി കൊടുക്കുന്നത്. എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും ഒരു മര്യാദ വേണ്ടേ? കാരണം നമ്മൾ പല സ്ഥലത്തു നിന്നും വരുന്നതാണ്. ഈവൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് പോലും വണ്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ കെയറിൽ ഞാൻ വിളിച്ചു. അവർ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല, അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല. ശരി, എന്നിട്ടാണ് ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ചത്. വൈകുന്നേരം 3:45 നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് ഇരുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ റോയൽ ബ്രദേഴ്സിൽ നിന്നാണ് ഒരു മിസ് കോള് കണ്ടു, എന്താ പറ്റിയത്, എന്താണ് സംഭവം? ഞാൻ നല്ലോണം ചൂടായി, നല്ലോണം ഞാൻ റേസായി. കാരണം രാവിലെ ഒരു ആവശ്യത്തിന് 7 മണിക്കാണ് ഞാൻ രാവിലെ അവിടെ എത്തിയത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാം. 7 മണിക്ക് ഞാനവിടെ എത്തിയിട്ട് 7 മണിക്ക് 7:15 ഞാൻ വിളിച്ചതാണ്. വൈകുന്നേരം 3:45 അവർ തിരിച്ചു വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ അവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ കമ്പനികളുടെ പ്രശ്നം. ഞാൻ റോയൽ ബ്രദേഴ്സിനെ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയുന്നല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം ഇതോടെ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇപ്പം കുറച്ച് തിരക്കായി പോയി, ക്രിസ്മസും കാര്യങ്ങളും നമ്മുടെ റിസോർട്ടിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഒരു ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കണ്ടിന്യൂസ്ലി ഇടാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളങ്ങനെ വേറെ അങ്ങോട്ട് പോയില്ല. ഫുള്ളി പ്രൊമോഷനും പിന്നെ അതേപോലെ തന്നെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഗൈസ്, അപ്പോൾ എനിവേ, അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം, ബായ്.